Hello YouTube, this is Jito's Demon. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു ബൈക്കോ ഒരു ടൂ വീലർ ഓടിക്കുമ്പോൾ ആക്ഷൻ ക്യാം മൗണ്ട് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് പൊസിഷനുകളാണ്. രണ്ട് വ്യത്യസ്തമായ സീറ്റിംഗ് പൊസിഷനുള്ള വണ്ടിയായ ബുള്ളറ്റും പിന്നെ കുറച്ചും കൂടി അഗ്രസീവ് സീറ്റിംഗ് പൊസിഷനുള്ള വണ്ടിയായ V3യിൽ നിന്നിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. 3 മൗണ്ടിങ് പൊസിഷനാണ് ഈ വീഡിയോയിലുള്ളത്. ഒന്ന് ഹെൽമെറ്റിൻ്റെ ഫ്രണ്ടിലുള്ള മൗണ്ടിങ്, പിന്നെ ചെസ്റ്റ് മൗണ്ട്, പിന്നെ ഹെൽമെറ്റിൻ്റെ മുകളിൽ മൗണ്ട് ചെയ്ത ആംഗിൾ. ഈ 3 മൗണ്ടിങ് ആംഗിൾ വെച്ചിട്ടുള്ള വീഡിയോ ആണ് കാണാൻ പോകുന്നത്. 2 മോഡിൽ നിന്നാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഒന്ന് സൂപ്പർ വ്യൂ, രണ്ടാമത്തെ വൈഡ്. ഒരു 10,000-ന് താഴെയുള്ള ഒരു ആക്ഷൻ ക്യാം ആണെങ്കിൽ വൈഡ് എന്ന ഓപ്ഷനായിരിക്കും ഒരു ആക്ഷൻ ക്യാമിൽ ഉണ്ടാകുന്നതിലെ മാക്സിമം ആംഗിൾ. ആദ്യം തന്നെ നമ്മൾ ചെസ്റ്റ് മൗണ്ടിൽ നിന്നുള്ള വീഡിയോ ആണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ബുള്ളറ്റിൽ ചെസ്റ്റ് മൗണ്ട് വെച്ചിട്ടുള്ള വീഡിയോ ആണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നോർമൽ വൈഡ് ആംഗിളിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാവുന്ന പോലെ വണ്ടിയുടെ ഹാൻഡിൽ ബാർ കാണാം, അതുപോലെ തന്നെ ഫ്രണ്ടിലുള്ള വ്യൂവും കാണാൻ പറ്റും. ചെസ്റ്റ് മൗണ്ട് ബുള്ളറ്റിന് ഏറ്റവും നന്നായിട്ട് സ്യൂട്ടാവുന്നുണ്ട്. പക്ഷേ ഹാൻഡിൽ ബാറിൻ്റെ രണ്ടറ്റവും നമുക്ക് അത്രയും കിട്ടുന്നില്ല. കൈയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് അത്രയ്ക്കും വൈഡായിട്ട് നമുക്ക് കിട്ടുന്നില്ല. ഇതിപ്പോൾ നോർമൽ വൈഡ് ആംഗിളാണ്. ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് സൂപ്പർ വ്യൂ എന്ന ഓപ്ഷനിലാണ്. ഈ ഓപ്ഷൻ നമുക്ക് കാണാവുന്ന പോലെ കുറച്ചും കൂടി നല്ലൊരു വൈഡ് ആംഗിളാണ് കിട്ടുന്നത്. സൈഡിലുള്ള സീനറിയും കിട്ടുന്നുണ്ട്, ഫ്രണ്ടിലുള്ള മുകളിലുള്ള ആകാശവും ആ ഒരു നല്ല വ്യൂ നമുക്ക് സൂപ്പർ വ്യൂവിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ഗോപ്രോയോ അല്ലെങ്കിൽ Insta360 പോലത്തെ ഒരു ക്യാമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സൂപ്പർ വ്യൂ ആണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അതല്ല നമ്മളൊരു സാധാ നോർമൽ ആക്ഷൻ ക്യാമായ നോയ്സ് പ്ലേയോ അതോ SJ ക്യാമൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ വൈഡ് ആംഗിളിൻ്റെ ഓപ്ഷൻ വരെ കിട്ടുള്ളൂ. പക്ഷേ അതിൽ നിന്നുള്ള വീഡിയോ റെക്കോർഡിങ്ങും ആ കാണുന്ന വ്യൂ ആംഗിളും വളരെ നല്ലതാണ്. ഇപ്പോൾ നമ്മൾ ചെസ്റ്റ് മൗണ്ടും വെച്ചിട്ട് R15 V3യാണ് റെക്കോർഡ് ചെയ്യുന്നത്. വീഡിയോയിൽ നമ്മൾ കാണുന്ന പോലെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലുള്ള റോഡിൻ്റെ വ്യൂ റെക്കോർഡാവുന്നില്ല. നമ്മുടെ ബുള്ളറ്റ് വെച്ച് നോക്കുമ്പോൾ V3യിൽ അത്രയ്ക്കും നമ്മുടെ ഫ്രണ്ടിലുള്ള വ്യൂ റെക്കോർഡാവുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടി കുനിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരു അഗ്രസീവ് പൊസിഷനാണ്. അപ്പോൾ ഇതുപോലത്തെ പൊസിഷനുള്ള വണ്ടിയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിലുള്ള റോഡിൻ്റെ വ്യൂ അത്രയ്ക്കും അങ്ങനെ റെക്കോർഡാവില്ല. മുമ്പത്തെ ഫ്രെയിമിൽ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്തത് നോർമൽ വൈഡ് ആംഗിളിലാണ്. ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് സൂപ്പർ വ്യൂ എന്ന ഓപ്ഷനിലാണ്. അപ്പോൾ രണ്ടെണ്ണത്തിലും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ വീഡിയോക്കാളും കുറച്ചും കൂടി വൈഡ് ആംഗിൾ കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഫ്രണ്ടിലുള്ള വ്യൂവും സൈഡിലുള്ള വ്യൂവും കിട്ടുന്നുണ്ട്. പക്ഷേ ഈ വ്യൂ അത്രയ്ക്കും പോരാ. കാരണം ഇപ്പോൾ എൻ്റെ വൈസർ ട്രാൻസ്പെറൻറ്റ് വൈസറാണ്. അതുകൊണ്ടാണ് ഫ്രണ്ടിലുള്ള വണ്ടികൾ പിന്നെയും കാണാൻ പറ്റുന്നത്. ഇപ്പം നോർമലായിട്ടും V3 ഒരു എടുക്കുന്ന ആളാണെങ്കിൽ അപ്പോൾ തന്നെ വൈസറുമ്പോൾ ടിൻ്റ് അടിച്ച് ബ്ലാക്ക് ആക്കും. അപ്പോൾ ബ്ലാക്ക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫ്രണ്ടിലുള്ള വ്യൂ ഒട്ടും കാണൂല. അതുകൊണ്ട് തന്നെ നമ്മൾ V3 ഓടിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ അതുപോലത്തെ വല്ല അഗ്രസീവ് സീറ്റിംഗ് പൊസിഷനുള്ള ബൈക്കുകളായ KTMൻ്റെ RCയോ അതുപോലത്തെ വല്ല വണ്ടി ഓടിക്കുകയാണെങ്കിൽ നമുക്ക് ചെസ്റ്റ് മൗണ്ട് വെക്കുന്നത് ഒട്ടും സ്യൂട്ടാവില്ല. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഹെൽമെറ്റിൻ്റെ മുകളിൽ ആക്ഷൻ ക്യാം മൗണ്ട് ചെയ്താൽ അതിൽ നിന്ന് കാണുന്നൊരു വ്യൂ ആണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ആക്ഷൻ ക്യാം ഹെൽമെറ്റിൻ്റെ മുകളിൽ മൗണ്ട് ചെയ്തിട്ടുള്ള റെക്കോർഡിംഗ് ആണ്. ഇതിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് നോർമൽ വൈഡ് ആംഗിളിലാണ്. നമുക്ക് വീഡിയോയിൽ കാണാവുന്ന പോലെ ഹെൽമെറ്റിൻ്റെ മുകളിൽ ആക്ഷൻ ക്യാം മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടീനെ അത്രയ്ക്കും കിട്ടുകയില്ല. അതിനേക്കാളും കൂടുതൽ കിട്ടുന്നത് ചുറ്റുമുള്ള സീനറി ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നോർമൽ വൈഡ് ആംഗിൾ മാറ്റിയിട്ട് സൂപ്പർ വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ റെക്കോർഡിംഗ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കഴിഞ്ഞ വീഡിയോനേക്കാളും കുറച്ചും കൂടി നല്ല വൈഡ് ആംഗിളാണ് കിട്ടുന്നത്. ആ സീനറിയും ചുറ്റുമുള്ള മരങ്ങളും വളരെ നൈസായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഹെൽമെറ്റിൻ്റെ മുകളിൽ ആക്ഷൻ ക്യാം വയ്ക്കുമ്പോൾ വണ്ടിയോ വണ്ടിയുടെ ഹാൻഡിൽ ബാറോ ആ ഭാഗത്തു നിന്നുള്ള വ്യൂ നമുക്ക് റെക്കോർഡാവില്ല. പക്ഷേ സീനറി വളരെ നൈസായിട്ട് റെക്കോർഡാവുന്നതാണ്. ഇപ്പോൾ ബുള്ളറ്റ് ആയാലും
അതല്ല B3യോ അതുപോലെ തന്നെ RCയോ അതുപോലത്തെ വല്ല അഗ്രസീവ് സീറ്റിംഗ് പൊസിഷനുള്ള വണ്ടിയാണെങ്കിലും ഹെൽമെറ്റിന് മുകളിൽ മൗണ്ട് ചെയ്യുമ്പോൾ പിന്നെയും വണ്ടീനേക്കാളും കൂടുതൽ സീനിയറി ആയിരിക്കും റെക്കോർഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ B3യിൽ നിന്നുള്ള ആംഗിൾ നമ്മൾ കാണിക്കുന്നില്ല. അതല്ലാതെ ഞാൻ ചില വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ആക്ഷൻ ക്യാം ഹെൽമെറ്റിൻ്റെ മുകളിൽ മൗണ്ട് ചെയ്തിട്ട് നേരെ താഴേക്ക് തിരിച്ചു വയ്ക്കുന്നു. അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ വണ്ടിയുടെ ഹാൻഡിൽ ബാറിൻ്റെ ആ വ്യൂ മാത്രമേ കിട്ടുള്ളൂ. ഫ്രണ്ടിലുള്ള ഒരു വണ്ടിയോ സീനറിയോ ഒന്നും റെക്കോർഡാവുന്നില്ല. ഒരാൾ വട്ടം ചാടിയാൽ പോലും നമുക്ക് ഒന്നും മനസ്സിലാവില്ല. കാരണം റെക്കോർഡ് ചെയ്യുന്നത് നേരെ താഴേക്കാണ്. ഇതൊരു ടെമ്പററി റെക്കോർഡിംഗ് ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. അതിന് ആക്ഷൻ ക്യാം തന്നെ വേണം എന്ന് നിർബന്ധവുമില്ല. ഒരു ഫോൺ എടുത്തിട്ട് മുകളിൽ നിന്ന് റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഹെൽമെറ്റിൻ്റെ ഫ്രണ്ടിൽ ആക്ഷൻ ക്യാം മൗണ്ട് ചെയ്തിട്ടുള്ള റെക്കോർഡിംഗ് ആണ്. നിങ്ങൾ കാണാം എൻ്റെ ആക്ഷൻ ക്യാം എൻ്റെ ഹെൽമെറ്റുമോ എങ്ങനെയാണ് മൗണ്ട് ചെയ്തേക്കുന്നതെന്ന്. ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ തന്നെ ആക്ഷൻ ക്യാമിൻ്റെ സ്ക്രീൻ നമുക്ക് കാണാൻ പറ്റാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ റെക്കോർഡ് ആവുന്നുണ്ടോ റെക്കോർഡ് ആവുന്നില്ലേ എന്ന് കൃത്യമായിട്ട് മനസ്സിലാവുകയും പോസ് ചെയ്യുകയും അപ്പോൾ തന്നെ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഹെൽമെറ്റ് ഫ്രണ്ടിൽ മൗണ്ട് ചെയ്തിട്ടുള്ള നോർമൽ വൈഡ് ആംഗിളിൽ നിന്നുള്ള വീഡിയോ റെക്കോർഡിംഗ് ആണ്. ക്യാമറ കുറച്ചും കൂടി ഒന്ന് താഴേക്ക് ചിരിക്കുകയാണെങ്കിൽ ആ വണ്ടിയുടെ ഹാൻഡിൽ ബാറിൻ്റെ വ്യൂവും കിട്ടാവുന്നതാണ്. ഇപ്പോൾ ഞാൻ വൈഡ് ആംഗിൾ മാറ്റിയിട്ട് സൂപ്പർ വ്യൂ എന്ന ഓപ്ഷനാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ സൂപ്പർ വ്യൂ എന്ന ഓപ്ഷൻ സെറ്റ് ചെയ്തപ്പോൾ തന്നെ ഹാൻഡിൽ ബാറും കൈ വയ്ക്കുന്ന ആ ഭാഗവും എല്ലാം ഈ ഫ്രെയിമിൽ വരുന്നുണ്ട്. ക്യാമറ തിരിക്കാതെ തന്നെ ഇതെല്ലാം ഫ്രെയിമിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആക്ഷൻ ക്യാം യൂസ് ചെയ്യുമ്പോൾ ബുള്ളറ്റോ അതുപോലത്തെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സീറ്റിംഗ് പൊസിഷനുള്ള വണ്ടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആക്ഷൻ ക്യാം ഹെൽമെറ്റുമ്പോൾ വയ്ക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ചെസ്റ്റ് മൗണ്ടിൽ വയ്ക്കുകയാണെങ്കിലും രണ്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള വ്യൂ ആയിരിക്കും നമുക്ക് റെക്കോർഡാവുന്നത്. ഇപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഹെൽമെറ്റിൻ്റെ ഫ്രണ്ടിലുള്ള മൗണ്ടും വെച്ചിട്ട് നോർമൽ വൈഡ് ആംഗിളിലാണ് വീഡിയോ റെക്കോർഡാകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ആക്ഷൻ ക്യാം താഴേക്ക് ചെറുതായിട്ട് ചിരിച്ച് വെക്കുകയാണെങ്കിൽ ആ ഹാൻഡിൽ ബാറും സ്പീഡോമീറ്ററും കിട്ടും. പക്ഷേ ഫ്രണ്ടിലുള്ള വ്യൂ അത്രയ്ക്കും കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ആക്ഷൻ ക്യാം കുറച്ചും കൂടി മുകളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹാൻഡിൽ ബാറോ ആ സ്പീഡോമീറ്റർ റെക്കോർഡാവില്ല. ആ ഫ്രണ്ടിലുള്ള വ്യൂ മാത്രമേ കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ കാണുന്ന വ്യൂ എന്ന് പറയുന്നത് വൈഡ് ആംഗിൾ എന്ന ഓപ്ഷൻ മാറ്റിയിട്ട് സൂപ്പർ വ്യൂ എന്ന ഓപ്ഷൻ സെറ്റ് ചെയ്തപ്പോഴുള്ളതാണ്. അങ്ങനത്തെ ഓപ്ഷൻ സെറ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഫ്രണ്ടിലുള്ള വ്യൂവും കിട്ടും ഹാൻഡിൽ ബാറും കിട്ടും. അതുകൊണ്ട് തന്നെ B3യോ അല്ലെങ്കിൽ അതുപോലത്തെ അഗ്രസീവ് സീറ്റിംഗ് പൊസിഷനുള്ള വണ്ടിയോ ആണ് നിങ്ങൾ ഓടിക്കുന്നതെങ്കിൽ ഹെൽമെറ്റുമ്പോൾ മൗണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതും പറ്റാവുന്നതും ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആക്ഷൻ ക്യാമിൻ്റെ സ്ക്രീനും കൂടി കാണാൻ പറ്റാവുന്ന രീതിയിൽ അത്രയ്ക്ക് മുകളിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ നമ്മൾ കണ്ട റെക്കോർഡിംഗ് എല്ലാം ലാൻഡ്സ്കേപ്പിലാണ്. അതൊന്ന് തിരിച്ച് പോർട്രേറ്റ് ആക്കുകയാണെങ്കിൽ നമുക്ക് വേറൊരു ആംഗിളിൽ നിന്നുള്ള വിഷ്വലാണ് കിട്ടാവുന്നത്. അപ്പോൾ ഞാൻ പോർട്രേറ്റ് മോഡിൽ എൻ്റെ ഹെൽമെറ്റുമോ സെറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ ആ ആംഗിളിൽ നിന്നുള്ള വിഷ്വലാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോർട്രേറ്റ് മോഡിൽ നിന്നുള്ള വീഡിയോ റെക്കോർഡിംഗ് ആണ്. അത് നോർമൽ വൈഡ് ആംഗിൾ എന്ന ഓപ്ഷൻ വെച്ചിട്ടുള്ള റെക്കോർഡിംഗ് ആണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ രീതിയിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ഹാൻഡിൽ ബാറിൻ്റെ രണ്ടറ്റവും കിട്ടാൻ ചാൻസ് കുറവായിരിക്കും. പക്ഷേ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂവും അതുപോലെ തന്നെ ആരെങ്കിലും വട്ടം ചാടുകയാണെങ്കിലും ഈ റെക്കോർഡിംഗ് വളരെ നൈസായിരിക്കും. ഇപ്പോൾ ഞാൻ നോർമൽ വൈഡ് ആംഗിൾ മാറ്റിയിട്ട് സൂപ്പർ വ്യൂ ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. സൂപ്പർ വ്യൂ സെറ്റ് ചെയ്തപ്പോൾ തന്നെ വേറൊരു ഇഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. ആ വണ്ടി ചിരിക്കണതും അതുപോലെ തന്നെ ആ ഹാൻഡിൽ ബാറും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ നൈസായിട്ട് വീഡിയോയിൽ റെക്കോർഡാകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ യൂട്യൂബിലൊരു വീഡിയോ ഇടുകയാണെങ്കിൽ ഈ രീതിയിൽ നമുക്ക് റെക്കോർഡ് ചെയ്യുന്നത് അങ്ങനെ ഒട്ടും സ്യൂട്ടാവില്ല. കാരണം നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് പോർട്രേറ്റ് മോഡിലാണ്. അപ്പോൾ യൂട്യൂബിൽ മിക്കതും ഏറ്റവും നല്ല മോഡ് എന്ന് പറയുന്നത് ലാൻഡ്സ്കേപ്പിൽ എടുക്കുന്നതാണ്. ഈ മോഡിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെയുമുള്ള വീഡിയോ ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു മോഡിൽ റെക്കോർഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ മച്ചാന്മാരെ, നിങ്ങൾ ഒരുവിധം എല്ലാ പൊസിഷനും എല്ലാ ആംഗിളിൽ നിന്നുള്ള വീഡിയോ റെക്കോർഡിംഗ് കണ്ടു. ഇതിനുള്ളിൽ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് എനിക്കറിയില്ല.
എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആംഗിളും വെച്ചിട്ട് വീഡിയോ റെക്കോർഡാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇതുപോലത്തെ കുറേ നല്ല വീഡിയോകൾ ഇനിയും വരുന്നതാണ്. അതുവരെ പീസ് ഔട്ട്.